ഹായ് ഫ്രണ്ട്സ്, PK ഡെയിലി കറണ്ട് അഫെയറിലേക്ക് ഏവർക്കും സ്വാഗതം. 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിലെ ആദ്യ സ്വർണം നേടിയത് ആരാണ്? സുഫ്ന ജാസ്മിൻ. 45 കിലോ കാറ്റഗറി ഭാരോദ്വഹനത്തിലാണ് സുഫ്ന ജാസ്മിൻ സ്വർണം നേടിയത്. വനിതാ നീന്തലിൽ കേരള താരം ഹർഷിത ജയറാമും സ്വർണം നേടി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോകുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ശുഭാൻഷു ശുക്ല. ബഹുഭാഷാ ഭരണത്തിനായി ഭാഷിണിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം ഏതാണ്? ത്രിപുര. ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയിക്കുന്ന ഭാഷാ വിവർത്തന പരിപാടിയാണ് ഭാഷിണി. സാങ്കേതിക തകരാറുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിനായി ISPOT പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. 2025 ജനുവരിയിൽ ഇക്കണോമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റുകളിൽ നിന്നും പിന്മാറിയ 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ദ റിപ്പബ്ലിക് ഓഫ് മാലി, ദ റിപ്പബ്ലിക് ഓഫ് നൈഗർ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ബുർക്കിന ഫാസോ. ഏത് രാജ്യമാണ് 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി പ്രഖ്യാപിച്ചത്? UAE. ഇന്ത്യൻ നാവികസേനയുടെ സാഗർ പരിക്രമ 2ന്റെ ഭാഗമായി INSV തരിണി എന്ന പായ്ക്കപ്പലിൽ ലോകം ചുറ്റുന്ന വനിതാ ലഫ്റ്റനന്റ് കമാൻഡർമാർ ആരൊക്കെ? K. ദിൽനയും A. രൂപയും. വിഖ്യാത വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ ബാലഭാസ്കർ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പിന്നണി ഗായകൻ ശ്രീനിവാസ്. ഹൃദയസ്തംഭനം വന്നവരുടെ ഹൃദയങ്ങൾ അവയവം മാറ്റം കൂടാതെ തന്നെ സുഖപ്പെടുത്താൻ കഴിയുന്ന ഇംപ്ലാന്റബിൾ പാച്ചുകൾ നിർമ്മിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെന്റർ ഗോട്ടിഗൺ.